നമുക്ക് ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച സോഫിയയുടെ സംസ്കാര ചടങ്ങുകളിലേക്കൊന്ന് പോകാം. തത്സമയം സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, സോഫിയയുടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ അവിടെ? സുജയ പാർവതി, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്ന സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വരിക്കാനി ജുമാ മസ്ജിദ് പള്ളിക്കാട്ടിലാണ് ഇപ്പോൾ കബറിടത്തിലേക്ക് എത്തിച്ച് കബറടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. കബറടക്കം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി. മയ്യത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടേക്ക് എത്തിച്ച് കബറിടത്തിലേക്ക് എത്തിച്ച് ഇപ്പോൾ കബറടപ്പ് നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു നാട് ഒന്നാകെ തന്നെ എത്തിയാണ് സോഫിയയ്ക്ക് വിട നൽകിയത് എന്നുള്ളതാണ് ആ ഒരു ആളുകളുടെ മുഖത്തു നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. എത്രത്തോളം അവരുടെ മനസ്സിൽ ആ ഒരു ഭീതിയും ദുഃഖവുമൊക്കെ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് അതൊരു വലിയ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാട്ടാനക്കലിയിൽ ഇങ്ങനെ ദിവസേന ജീവിക്കുമ്പോൾ പോലും ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടാകില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി അവർക്ക് അവരുടെ ഒപ്പമുണ്ടായിരുന്ന ഒരാളെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോരുത്തരുടെയും മുഖത്ത് നമുക്ക് ആ ഒരു വിഷമം കണ്ടെത്താൻ വായിച്ചെടുക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നാലും സംസ്കാര ചടങ്ങുകൾ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇവിടെ കബറിടത്തിൽ എല്ലാ ചടങ്ങുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകുവാൻ കഴിയുന്ന വിവരം. എന്തായിരുന്നാലും ഇന്നലെ വൈകിട്ട് 6 മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിലുള്ളൊരു കാട്ടാന ആക്രമണം ഉണ്ടാവുകയും തുടർന്ന് ഈ സോഫിയ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പ്രതിഷേധമടക്കം ഉയർന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പ്രതിഷേധത്തെ തുടർന്നാണ് ഈ സോഫിയയുടെ കുടുംബത്തിന് ധനസഹായവും മറ്റു കാര്യങ്ങളുമെല്ലാം നൽകാമെന്ന ഉറപ്പ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എത്തി കുടുംബത്തിന് നൽകുകയും പിന്നീട് ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ അനുവദിക്കുകയും ചെയ്തത്. എന്തായിരുന്നാലും നാളുകളായുള്ള ഇവരുടെ ആവശ്യങ്ങൾ അധികൃതർ അംഗീകരിച്ചിരുന്നില്ല. ഇവർ നൽകിയിരുന്ന പരാതികൾ കേട്ടിരുന്നില്ല. ഇതിനു മുമ്പും സോഫിയ പോലും പറഞ്ഞിരുന്ന പരാതികൾ കേൾക്കുവാൻ അധികൃതർക്ക് മനസ്സുണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ജീവൻ അധികൃതരുടെ അനാസ്ഥയിൽ ആനക്കലിയിൽ ഒരു ജീവൻ പൊലിയേണ്ട ഗതികേടുണ്ടായത് എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ നിസ്സംഗതയാണെന്നുള്ള അടക്കം ആരോപണങ്ങൾ ആ ദാരുണമായ അന്ത്യം അത് അധികൃതരുടെ കണ്ണു തുറപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോഫിയ 2 വർഷം മുൻപ് തന്നെ ഈ കാട്ടാന ശല്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. അങ്ങനെ ഒരാളുടെ ജീവനാണ് പൊലിഞ്ഞത്.